Hi all, welcome to Eminent PSC. നമ്മളുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് ആണ്, ഫിലിംസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ടിംഗ് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: Who among the following was related to the Blue Water Policy, which aimed to make European power as the master of Indian Ocean? ഓക്കെ, തന്നിരിക്കുന്നതിൽ ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്ന വ്യക്തി ആരാന്നാണ് ചോദ്യം. ഓക്കെ, ഈ ബ്ലൂ വാട്ടർ പോളിസി എന്താന്ന് വെച്ചാൽ പോർച്ചുഗീസുകാരുടെ ഒരു പോളിസിയാണ്. അതായത് വെറും ഇൻലാൻഡ് ഭാഗത്ത്, ഇന്ത്യയുടെ ഇൻലാൻഡ് ഭാഗത്ത് കുറെ കോട്ടകളൊന്നും നിർമ്മിച്ചിട്ട് കാര്യമില്ല, പകരം കടലിൽ, അതായത് ഇന്ത്യൻ ഓഷ്യൻ ഭാഗത്ത് ടോട്ടൽ കൺട്രോൾ കൊണ്ടുവരിക. അതുവഴി മാത്രമേ നമുക്ക് കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റുകൾ സേഫ് ഗാർഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ കടലിൽ പവർഫുൾ ആകുക എന്നതാണ് ഈ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവരുന്ന പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരിൽ തന്നെ അന്നത്തെ കാലഘട്ടത്തിലെ ഗവർണർ ആയിരുന്ന ഫ്രാൻസിസ്കോ ഡെ അൽമേഡയാണ് ഈ ഒരു ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവരുന്നത്. അപ്പൊ പുള്ളി ഒരിക്കലും ഈ കോട്ടകൾ നിർമ്മിക്കുന്നതിനെ വലിയ താല്പര്യമൊന്നും കാണിച്ചിരുന്നില്ല, പകരം ഇന്ത്യൻ ഓഷ്യന്റെ കംപ്ലീറ്റ് കൺട്രോൾ പോർച്ചുഗീസുകാരുടെ കയ്യിൽ പോവുക, ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഓക്കെ, സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഫ്രാൻസിസ്കോ ഡെ അൽമേഡ. ഏകദേശം ഒരു 1503 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു പോളിസിക്ക് തുടക്കം കുറിക്കുന്നത്. പക്ഷെ പിന്നീട് ഫ്രാൻസിസ്കോ ഡി അൽമേഡയ്ക്ക് ശേഷം വന്നിട്ടുള്ള അൽഫോൺസോ ഡി ആൽബക്കർ വന്നപ്പോൾ ഈ ഒരു പോളിസിയെ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൊണ്ടുവന്നത് അൽമേഡയാണെങ്കിലും അൽഫോൺസോ ഡി ആൽബക്കറിന്റെ കാലഘട്ടത്തിൽ അത് അധികം ഒന്ന് ഫോളോ ചെയ്യാത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ: കൺസിഡർ ദ ഫോളോയിങ് ഇവന്റ്സ് വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഹിസ്റ്ററി. ബാറ്റിൽ ഓഫ് വാൻഡിവാഷ്, സെക്കൻഡ് കർണാട്ടിക് വാർ, ട്രീറ്റി ഓഫ് പാരീസ്, formation of English East India Company. Which of the following is correct chronological sequence of the above events? ഒരു chronologically അറേഞ്ച് ചെയ്യാനുള്ളൊരു ചോദ്യമായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ഓരോ ഇവന്റുകൾക്കും വർഷം നമുക്ക് നോട്ട് ചെയ്ത് പോവാം. ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൻസർ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ബാറ്റിൽ ഓഫ് വാൻഡിവാഷ് എന്ന് പറയുന്നത് ഏകദേശം 1760 നടന്നിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മുടെ തേർഡ് കർണാട്ടിക് യുദ്ധം നടക്കുന്ന സമയത്ത് അതിനിടയിൽ നടന്നിട്ടുള്ള ഒരു ബാറ്റിൽ ആയിരുന്നു ബാറ്റിൽ ഓഫ് വാൻഡിവാഷ്. ഓക്കെ, ബാറ്റിൽ ഓഫ് വന്തവസി എന്നൊക്കെ പറയാറുണ്ട്. സെക്കൻഡ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത് അതൊരു ടൈം പീരീഡ് ആണ്. 1749 സെക്കൻഡ് കർണാട്ടിക് വാറിന്റെ ആരംഭം. അത് എറൗണ്ട് ഒരു 54 വരെ എല്ലാം നീണ്ടു നിന്നു. ഓക്കെ, ട്രീറ്റി ഓഫ് പാരീസ് എന്ന് പറയുന്നത് മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ട്രീറ്റിയാണ്. അതായത് 1763. ഓക്കെ, 1763 തേർഡ് കർണാട്ടിക് വാർ അവസാനിക്കുന്നത്. ഈ ഒരു ട്രീറ്റി 1763 ട്രീറ്റി ഓഫ് പാരീസ് വഴിയാണ് മൂന്നാമത്തെ കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി ഫോർമേഷൻ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എല്ലാവർക്കും അറിയാം. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യത്തെ ഇവന്റ് ഏതാണ്? അത് നാലാമത്തെ ഇവന്റ് ആണ് അല്ലെ, 4. ഓക്കെ, 4, അത് കഴിഞ്ഞാൽ 2, അത് കഴിഞ്ഞാൽ 1, അത് കഴിഞ്ഞാൽ 3. ഓക്കെ, 4, 2, 1, 3. ആൻസർ ഈസ് ഓപ്ഷൻ സി, 4, 2, 1, 3. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. വാട്ട് ഡസ് ദ ടേം ദസ്തക് റെഫേഴ്സ് ടു? ദസ്തക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഓപ്ഷൻസ് ആണ്. ഇറ്റ് വാസ് എ ട്രേഡ് പെർമിറ്റ് സാങ്ഷൻ ടു ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബൈ ദ മുഗൾ ഗവൺമെന്റ്. ഇറ്റ് വാസ് എൻ ഇറവോക്കബിൾ റോയൽ ഡിക്രി ഇഷ്യൂഡ് ബൈ ദി മുഗൾ എംപറർ. It was a taxation system to levy duties on the trade of East India Company in Bengal. It was an order issued by the higher authorities to his subordinate during the Mughal period. But ദസ്തക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇറ്റ് ഇസ് ആക്ച്വലി എ ട്രേഡ് പെർമിറ്റ്. ഓക്കെ, അതായത് നോർമലി ദസ്തക്കുകൾ ഇഷ്യൂ ചെയ്യുന്നത് മുഗൾ രാജാക്കന്മാരാണ് ഇഷ്യൂ ചെയ്യുക. ആർക്കെങ്കിലും ഇന്ത്യയിൽ കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഫോറിനേഴ്സ് ആയിട്ടുള്ള ആർക്കെങ്കിലും ഇന്ത്യയിൽ കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് പെർമിറ്റ് അവർക്ക് നൽകും, മുഗൾ രാജാക്കന്മാർ അവർക്ക് നൽകും. അതിനനുസരിച്ചാണ് അവർ കച്ചവടം ചെയ്യുക. ഓക്കെ, ഏകദേശം ഒരു 1700 ആയ സമയത്ത് നമ്മുടെ ഈ ഔറംഗസേബിന്റെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ട്രേഡ് പെർമിറ്റുകൾ കൊടുക്കുന്നത് അങ്ങ് കൂട്ടി. ഓക്കെ, അത്യാവശ്യം കൂടുതൽ ട്രേഡ് പെർമിറ്റുകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കാൻ തുടങ്ങുന്നു. ഒരു സമയം എത്തിയപ്പോൾ ഈ മുഗൾ രാജാക്കന്മാർ ഈ ദസ്തക് ഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റി വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിട്ട് നൽകുന്നതും കാണാൻ പറ്റും. ഓക്കെ, ശരിക്കും മുഗൾ രാജാക്കന്മാരാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ എത്തുമ്പോൾ ഔറംഗസേബിന്റെ ഒക്കെ മരണം കഴിഞ്ഞതിന് ശേഷം ഈ ട്രേഡ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു അധികാരം കൂടി കമ്പനിക്ക് നൽകുന്ന കാണാൻ പറ്റും. ഓക്കെ, അത് പിൽക്കാലത്ത് നടന്നൊരു ഇവന്റ് ആണ്. അപ്പൊ ആക്ച്വലി ഇത് എന്താണ്? ഒരു ട്രേഡ് പെർമിറ്റ് ആണ്. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ കച്ചവടം ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് ദസ്തക് എന്ന് പറയുന്നത്. ഓക്കെ,
സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. The peace treaty of Aix-la-Chapelle was signed between. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഈ ട്രീറ്റി ഓഫ് എയ്ല-ഷാപ്പലെ സൈൻ ചെയ്യപ്പെട്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം, ട്രീറ്റി ഓഫ് എയ്ല-ഷാപ്പലെ വാസ് ദി എൻഡിങ് ട്രീറ്റി ഓഫ്, ഓക്കെ, ഇറ്റ് വാസ് ദി എൻഡിങ് ട്രീറ്റി ഓഫ് ഫസ്റ്റ് കർണാട്ടിക് വാർ. ആദ്യത്തെ കർണാട്ടിക് യുദ്ധത്തിന്റെ എൻഡിങ് ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് എയ്ല-ഷാപ്പലെ. എയ്ല-ഷാപ്പലെ ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് കർണാട്ടിക് വാർ അവസാനിപ്പിച്ച ട്രീറ്റിയാണ്. അപ്പൊ കർണാട്ടിക് യുദ്ധങ്ങൾ പ്രിഡോമിനന്റ്ലി ആരൊക്കെ തമ്മിലാണ് നടന്നിട്ടുള്ളത്? അത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട യുദ്ധത്തിൽ ഒന്നാണ് കർണാട്ടിക് യുദ്ധങ്ങൾ, അല്ലെ? സോ ദിസ് ട്രീറ്റി വാസ് ആക്ച്വലി സൈൻഡ് ബിറ്റ്വീൻ ബ്രിട്ടീഷ് ആൻഡ് ഫ്രാൻസ്. ആൻസർ ഓപ്ഷൻ സി ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് പോർച്ചുഗീസ് ഗവർണർ ഇൻ ഇന്ത്യ ക്യാപ്ചേർഡ് ഗോവ ഫ്രം ദി റൂളർ ഓഫ് ബിജാപൂർ? ഏത് പോർച്ചുഗീസ് ഗവർണർ ആണ് ബിജാപൂർ സുൽത്താന്റെ കയ്യിൽ നിന്നും ഗോവ ക്യാപ്ചർ ചെയ്ത് എടുത്തത്? ഓക്കെ, ഗോവ ക്യാപ്ചർ ചെയ്തെടുത്ത വ്യക്തി അൽഫോൺസോ ഡി ആൽബക്കർ ആണ്. ഇൻ ദ ഇയർ 1510, 1510 പോർച്ചുഗീസുകാരുടെ കൈകളിലേക്ക് ഗോവ ലഭിക്കുന്നത്. അന്ന് വരെ നമ്മുടെ കൊച്ചി ഭാഗവും അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തൊക്കെ ആയിരുന്നു പോർച്ചുഗീസുകാർക്ക് മെയിൻലി ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള കണ്ണൂർ ഭാഗമൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു, കൺട്രോൾ ഉണ്ടായിരുന്നു. പക്ഷെ 1510 ഗോവ ഇവര് ബിജാപൂർ സുൽത്താന്റെ കയ്യിൽ നിന്ന്, ബിജാപൂർ സുൽത്താൻ നമ്മുടെ സെൻട്രൽ ഇന്ത്യ ഭാഗത്ത് ഭരിച്ചിരുന്ന, അതായത് ഗോവ ആക്കി നിൽക്കുന്ന സ്ഥലത്ത് അന്ന് ഭരിച്ചിരുന്ന ഒരു ഇസ്ലാമിക് കിങ്ഡം ആണ് ബിജാപൂർ. ചെറിയൊരു കിങ്ഡം ആണ്. ആദിൽ ഷാസ് ഒക്കെ ഭരിച്ചിരുന്ന ഒരു കിങ്ഡം ആണ്. ആദിൽ ഷാഹി ഡൈനാസ്റ്റി ഒക്കെ ഉണ്ടായിരുന്ന കിങ്ഡം ആണ്. അപ്പൊ അവരുടെ കൈവശമായിരുന്നു ഗോവ പണ്ട് ഉണ്ടായിരുന്നത്. അവരിൽ നിന്നും ഈ അൽഫോൺസോ ഡി ആൽബക്കർ 1510 ക്യാപ്ചർ ചെയ്ത് എടുക്കുകയാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The first permanent factory of East India Company was built at. First permanent factory of East India Company was built at. ആൻസർ ഓപ്ഷൻ സി ആണ്, സൂററ്റ്. ഓക്കെ, ഞാനിവിടെ പെർമനന്റ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സൂററ്റ് എന്ന് മാർക്ക് ചെയ്യണം. കാരണം ഇപ്പോ ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് ദ ഫസ്റ്റ് ഫാക്ടറി ബിൽഡ് ബൈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മൗസിലിപട്ടണം അഥവാ മസൂലിപട്ടണം എന്ന് പറയാറുണ്ട്. കാരണം മസൂലിപട്ടണത്തിൽ ആദ്യമായിട്ടൊരു ഫാക്ടറി നിർമ്മിക്കുന്നത് 1611 പക്ഷെ ആ ഫാക്ടറി കംപ്ലീറ്റഡ് ആയില്ല. അതിനിടെ തന്നെ പല യൂറോപ്യൻ പവേഴ്സുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് കാരണം അതേ വർഷം തന്നെ ആ ഫാക്ടറി അങ്ങ് ഇല്ലാണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആയില്ല. ഓക്കെ, നിർമ്മിച്ചു തുടങ്ങിയെന്നേ ഉള്ളൂ, പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല. ആദ്യത്തെ പെർമനന്റ് ഫാക്ടറി കമ്പനിക്ക് സൂററ്റിലാണ് കമ്പനി നിർമ്മിക്കുന്നത് 1613. ഓക്കെ, 1613. പിന്നീട് 1616 പണ്ട് കമ്പനി നിർമ്മിച്ച ആ ഫാക്ടറിക്ക് മുകളിൽ മറ്റൊരു ഫാക്ടറി കമ്പനി വീണ്ടും പണിയുന്നുണ്ട്. 1616 മസൂലിപട്ടണത്തിൽ ഒരു പെർമനന്റ് ഫാക്ടറി ഉണ്ടാവുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ 1613 സൂററ്റിൽ ഇവരൊരു ഫാക്ടറി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. നോട്ട് ചെയ്ത് വെക്കാം. ദ ഫസ്റ്റ് പെർമനന്റ് ഫാക്ടറി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ബിൽഡ് അറ്റ് സൂററ്റ്. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെവൻത് ക്വസ്റ്റ്യൻ. Who among the following obtained the site of Madras from the Raja of Chandragiri? ഓക്കെ, ഈ തന്നിരിക്കുന്നവയിൽ മദ്രാസ് എന്ന് പറയുന്ന സിറ്റി ചന്ദ്രഗിരി രാജാവിന്റെ കയ്യിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്തത് ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, ഫ്രാൻസിസ് ഡേ. 1639 ഈ മദ്രാസ് എന്ന് പറയുന്ന ഭാഗം, അന്ന് മദ്രാസ് ഭാഗം ഭരിച്ചിരുന്ന രാജാവ് ചന്ദ്രഗിരി എന്ന് പറയുന്നൊരു കിങ്ഡം ആണ്, അല്ലെങ്കിൽ ആ രാജ്യമാണ് ചന്ദ്രഗിരി കിങ്ഡം. ഈ ചന്ദ്രഗിരി കിങ്ഡം ശരിക്കും ചെറിയൊരു കിങ്ഡം ആയിരുന്നു. പണ്ട് വിജയനഗര സാമ്രാജ്യത്തിന്റെയൊക്കെ ഒരു സക്സസേഴ്സ് ആയിട്ടൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അവരുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ഒന്നുമില്ല, പക്ഷെ അവരുടെ ഒരു ലീനേജുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു കിങ്ഡം ആണ് ചന്ദ്രഗിരി കിങ്ഡം. അതിലെ രാജാവിന്റെ കയ്യിൽ നിന്നും മദ്രാസ് ഈ ഫ്രാൻസിസ് ഡേ 1639 ഒബ്റ്റെയിൻ ചെയ്തു. പിന്നീടാണ് അവിടെ പിന്നെ ഒരു കോട്ടയൊക്കെ നിർമ്മിച്ച് മദ്രാസ് ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാനപ്പെട്ട സെന്റർ ആയിട്ടൊക്കെ മാറുന്നു. ഓക്കെ, സോ ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് മദ്രാസ് സിറ്റി എന്നൊക്കെ ചില സമയങ്ങളിൽ ഫ്രാൻസിസ് ഡേനെ പറയാറുണ്ട്. ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് മദ്രാസ് സിറ്റി. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ഫോർട്ട് കൺസ്ട്രക്റ്റഡ് ബൈ ദി ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. നോക്കാം, ദ ഫസ്റ്റ് ഫോർട്ട്, കോട്ടയാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് ഫോർട്ട് കൺസ്ട്രക്റ്റഡ് ബൈ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട അത് വേറെ ഒന്നുമല്ല, ഫോർട്ട് സെന്റ് ജോർജ് ആണ്. ഫോർട്ട് സെന്റ് ജോർജ് മദ്രാസിലാണ് ഈ ഫോർട്ട് ഇരിക്കുന്നത്. ഓക്കെ, മദ്രാസിലാണ്
ഈ ഒരു ഫോർട്ട് ഇരിക്കുന്നത്. 1639 ഈ മദ്രാസ് ഭാഗം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു എന്ന് പറഞ്ഞില്ലേ. 2 വർഷം കൊണ്ട് 1641 2 വർഷം കൊണ്ട് അവിടെ അവരൊരു കോട്ടയും പണിതു. ഓക്കെ, 640 കോട്ട നിർമ്മിക്കാൻ ആരംഭിച്ചു. 641 കോട്ട കംപ്ലീറ്റ് ആയി. ആ കോട്ടയാണ് ദ ഫോർട്ട് സെന്റ് ജോർജ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ഫോർട്ട് കൺസ്ട്രക്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. 9ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഇസ് ഇൻകറക്ട്ലി മാച്ച്? തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഇൻകറക്ട്ലി മാച്ച് ആയിരിക്കുന്നത് ഏത് പെയറാണ്? ഓക്കെ, ഈ പെയർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോ കേരള PSC ഒരുപാട് ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻ എക്സാംസിനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ രാജാവിന്റെ കണ്ടംപററി ആയിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ രാജാവിനെ വിസിറ്റ് ചെയ്തിട്ടുള്ള ട്രാവലേഴ്സും, ഓക്കെ, വിസിറ്റേഴ്സ് ആൻഡ് കിങ്സ്, അതാണ് ഇവിടെ തന്നിരിക്കുന്ന പെയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പൊ ജഹാംഗീറിന്റെ കാലഘട്ടത്തിലാണ് വില്യം ഹോക്കിങ്സ് വരുന്നത്. ഓക്കെ, വില്യം ഹോക്കിങ്സ് വിസിറ്റ് ചെയ്യുന്നത് 1608 അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ജഹാംഗീർ ആണ് ഷാജഹാന്റെ അക്ബറിന്റെ ഒക്കെ മരണശേഷം ജഹാംഗീർ പിന്നെ അധികാരത്തിൽ വന്ന സമയത്താണ് വില്യം ഹോക്കിങ്സ് 1608 ജഹാംഗീറിന്റെ കോർട്ട് വിസിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിയാണ്. ഇനി അക്ബറിന്റെ കാലഘട്ടത്തിലാണ് സർ തോമസ് റോ വന്നിട്ടുള്ളത്. ഓക്കെ, തോമസ് റോ വന്നിരിക്കുന്നത്. അത് ആക്ച്വലി തെറ്റാണ്. ഓക്കെ, അക്ബറിന്റെ കാലഘട്ടത്തിലല്ല തോമസ് റോ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റിനകത്ത് ചെറിയൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ. തോമസ് റോ വരുന്നത് ശരിക്കും പറഞ്ഞാൽ 1615 ഓക്കെ, 1615 സർ തോമസ് റോ വരുന്നത് കേട്ടോ. ഈ ഒരു ക്വസ്റ്റിനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, സർ തോമസ് റോ വരുന്നത് 1615 ഓക്കെ, പിന്നെ ഷാജഹാന്റെ കാലഘട്ടത്തിലാണ് ട്രാവനിയർ വരുന്നത്. അത് കറക്റ്റ് ആണ്. 1638 സമയത്തൊക്കെയാണ് ട്രാവനിയർ വരുന്നത്. പിന്നെ ഔറംഗസേബിന്റെ സമയത്തല്ല മനുസി വരുന്നത്, ഷാജഹാന്റെ സമയത്താണ് മനുസി വരുന്നത്. ഓക്കെ, മനുസി ഇറ്റാലിയൻ ട്രാവൽ ആയിട്ടുള്ള മനുസി വരുന്നത് ഷാജഹാന്റെ സമയത്താണ്. അറൌണ്ട് ഒരു 1650 കാലഘട്ടങ്ങളിലാണ്, 56 മനുസി വരുന്നത്. അപ്പൊ ഇത് തെറ്റാണ് എന്തായാലും, ആൻഡ് ഇതും തെറ്റാണ്. ഓക്കെ, ഒരു ക്വസ്റ്റിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ബോത്ത് ബി ആൻഡ് ഡി രണ്ടും തെറ്റാണ്. ഓക്കെ, അതൊന്ന് കറക്റ്റ് ചെയ്യുക. ഇവിടെ ഇൻകറക്ട്ലി മാച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ രണ്ടും തെറ്റാട്ടോ, ബിയും ഡിയും തെറ്റാണ്. 10th question. In the first quarter of the 17th century, in which of the following was or were the factory or the factories of East India Company located? ഇത് പണ്ട് UPSC, പണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ചോദ്യം ഇതായിരുന്നു, ഈ തന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണ് ദ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 17th സെഞ്ചുറിയിൽ കമ്പനിക്ക് ഫാക്ടറികൾ ഉണ്ടായിരുന്നത്? ഇപ്പൊ നോക്കുക, 17ാം നൂറ്റാണ്ടിന്റെ ഫസ്റ്റ് ക്വാർട്ടർ. 17ാം നൂറ്റാണ്ടെന്ന് വെച്ചാൽ എങ്ങനെയാ? 1600 മുതൽ 1999 വരെയുള്ളതാണ് 17ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ. അതിന്റെ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴാ? അത് അൺടിൽ 1620s വരെ അല്ലെ, 1625 കാലഘട്ടം വരെയുള്ള കാലഘട്ടത്തിൽ 1600 മുതൽ 1625 ഏതൊക്കെ ഭാഗങ്ങളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കോട്ടകൾ ഉണ്ടായിരുന്നു? ഓക്കെ, ബ്രോച്ച് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ബറു കച്ച എന്നൊക്കെ പറഞ്ഞ പ്രദേശമാണ് ബ്രോച്ചിൽ ഫാക്ടറി ഉണ്ടായിരുന്നു. ഓക്കെ, ചിക്കാക്കോളെ എന്ന് വെച്ചാൽ ഇന്നത്തെ ശ്രീകാകുളം എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, ശ്രീകാകുളം, ചിക്കാക്കോളയൊക്കെ ഇവരുടെ കയ്യിൽ കിട്ടുന്നത് അറൌണ്ട് ഒരു 1720 കാലഘട്ടങ്ങളാണ്. ഒരു 1720s ആയിട്ടാണ് ചിക്കാക്കോളെ ഭാഗം ഇവർക്ക് കിട്ടുന്നത്. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലോട്ട് എത്തുന്നത്. പിന്നെ തൃച്ചിനാപ്പള്ളി അഥവാ തൃച്ചി എന്ന് പറയുന്നത് ഏകദേശം ഒരു 1740കളിലാണ് കിട്ടുന്നത്. നമ്മുടെ ഈ കർണാട്ടിക് യുദ്ധങ്ങൾക്കൊക്കെ ശേഷം ലഭിക്കുന്ന ഒരു പ്രദേശമാണ് തൃച്ചിനാപ്പള്ളി അഥവാ തൃച്ചി ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആക്ച്വലി 1720 ചിക്കാക്കോളയും 1749 തൃച്ചിനാപ്പള്ളി, ഇത് രണ്ടും ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ദ 17th സെഞ്ചുറിയിൽ കമ്പനിക്ക് കിട്ടിയ സ്ഥലങ്ങളല്ല. ബ്രോച്ച് മാത്രമേ കമ്പനിക്ക് ആ സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1 only. ഓക്കെ, ഓപ്ഷൻ എ ആണ്, 1 only. ബ്രോച്ച് മാത്രമായിരുന്നു ഈ ഒരു സമയത്ത് കമ്പനിക്ക് ഈ പറഞ്ഞ സെറ്റിൽമെന്റ്സ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 10 ചോദ്യങ്ങളായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. 10 ചോദ്യങ്ങളുടെയും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിൽ 9ാമത്തെ ചോദ്യത്തിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സോ അണ്ടിൽ ദെൻ സൈനിങ് ഓഫ്. താങ്ക് യു.